എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും സമ്പത്തിൻ്റെയും ഒക്കെ പ്രതീകമായ വിഷുദിന ആശംസകൾ. വിഷു നമുക്ക് പുതുവത്സര ദിനമാണ്. നമ്മുടെ ഋഷീശ്വരന്മാർ ഗണിതശാസ്ത്രവും ഗോളശാസ്ത്രവും എല്ലാം ചിട്ടപ്പെടുത്തി അതുപ്രകാരം പുതുവർഷ ആരംഭം വരുന്നത് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടരാശിയിലേക്ക് പ്രവേശിക്കുന്ന ദിവസത്തിലാണ്. ഈ ദിവസമാണ് യഥാർത്ഥത്തിൽ പുതുവത്സര ദിവസം. ഈ പുതുവത്സരം ആരംഭിക്കുന്നത് തന്നെ വിഷുക്കണിയോട് കൂടിയിട്ടാണ്. ഇത് ഒരു കാർഷിക ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഉത്സവം കൂടിയാണ് വിഷു. പ്രകൃതിയാണ് നമുക്ക് ജീവിക്കുവാനുള്ള എല്ലാം ഒരുക്കി തരുന്നത്. പ്രകൃതി ഈശ്വരനാണ്. ഈ പ്രകൃതിയെ ഈശ്വരനായി കണ്ട് പൂജിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് വിഷു. നമുക്ക് നഷ്ടപ്പെട്ട കാർഷിക സംസ്കാരത്തെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇപ്രാവശ്യത്തെ വിഷു. കാരണം കോവിഡ് ആകുന്ന മഹാമാരിയിൽ ലോകം ബുദ്ധിമുട്ടുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് നാം പ്രകൃതിയിൽ നിന്നും എത്രയോ അകന്നുപോയിരിക്കുന്നു. പ്രകൃതിയുമായുള്ള ബന്ധം കൂട്ടിയിണക്കിയാലേ മനുഷ്യന് ഭൂമിയിൽ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള സന്ദേശമാണ് ഈ വിഷു നമുക്ക് പ്രാവശ്യം തരുന്നത്. പ്രകൃതി ഈശ്വരനാണ്. സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെ ദർശിക്കുന്ന ഉത്സവമാണ് വിഷു. പ്രകൃതി നമുക്ക് ഒരുക്കി തരുന്ന വിഭവങ്ങളെല്ലാം പ്രകൃതീശ്വരിയായ മാതാവിന് സമർപ്പിച്ച് കണി കണ്ട് ഒരു വർഷത്തെ സമൃദ്ധിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാണ് വിഷു. വിഷു ദിവസം കണി കണ്ടുകൊണ്ട് ഒരു വർഷം ആരംഭിച്ച് അത് വസന്തകാലത്തിൻ്റെ ആരംഭം കൂടിയാണ്. കണി കണ്ടുകൊണ്ട് ഈശ്വരസ്മരണയോടുകൂടി ഒരു ദിവസം ആരംഭിച്ച് ഒരു വർഷം മുഴുവനും സമൃദ്ധി കൊയ്തെടുക്കുവാനുള്ള ഒരു ദിവസമായിട്ടാണ് വിഷുവിനെ ആചരിച്ചു വരുന്നത്. നമുക്കറിയാം, സമാധാനവും ശാന്തിയും സംതൃപ്തിയുമാണ് ജീവിതത്തിന് നമുക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടത്. ഈ ശാന്തിയും സമാധാനവും കൂട്ടിയുറപ്പിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു. അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് വിഷുക്കണിയാണ്. വിഷുക്കണിക്ക് ഒരുക്കുന്ന ദ്രവ്യങ്ങൾ അതിലേറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് കൊന്ന പൂക്കുന്ന കാലമാണ് വിഷുക്കാലം. നിറപറയും നിലവിളക്കും കണിക്കൊന്നയും കണിവെള്ളരിയും അതുപോലെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാർഷിക വിഭവങ്ങളും ധാന്യങ്ങളും എല്ലാം ഒരുക്കി വെച്ച് അർദ്ധരാത്രിയിൽ ഒരുക്കി വെച്ച് രാവിലെ എഴുന്നേറ്റ് ആ കണി ദർശിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഒരുക്കി വെച്ചുകൊണ്ട് ആ കണി ദർശിച്ചുകൊണ്ട് ദിവസം ആരംഭിച്ച് ഒരു വർഷത്തെ സമൃദ്ധിയാണ് നാം അതോടുകൂടി ഇച്ഛിക്കുന്നത്. ഇത് ഋഷീശ്വരന്മാരുടെ ഒരു മഹാസങ്കല്പമാണ്. ഈ കാർഷിക വിളകൾ സമർപ്പിക്കുന്നതോടുകൂടി നമുക്ക് പ്രകൃതി ഒരുക്കി തരുന്ന സകല സമ്പൽ സമൃദ്ധിക്കും പ്രകൃതിയോട് നാം കാണിക്കുന്ന ഒരു മറുപടിയായിട്ടാണ് ഈ കണിയെ നാം കാണുന്നത്. കാരണം അദൃശ്യമായ ഒരു ശക്തിയിലൂടെയാണ് പ്രപഞ്ചം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയിലൂടെ സൃഷ്ടാവിനെ ദർശിക്കുന്ന ഈ ഉത്സവത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. പ്രത്യേകിച്ച് ഇത് ഒരു പുതുവത്സര ആരംഭമായതുകൊണ്ട്. കണിക്കൊന്നയും കണിവെള്ളരിയും തുടങ്ങിയ ധാന്യങ്ങളും എല്ലാം ചേർത്ത് അത് സമർപ്പിച്ച് കഴിയുന്ന സമയത്ത് ആ ദിവസത്തെ അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് കണ്ണാടിയാണ്.
വിഷുവിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ടെങ്കിലും ഐതിഹ്യത്തിലുപരി അതിലെ തത്വങ്ങൾക്കാണ് നാം പ്രാധാന്യം നൽകേണ്ടത്. മനസ്സാകുന്ന കൃഷിയിടത്തിൽ നന്മയാകുന്ന വിത്ത് വിതച്ച് നിർവ്വാണമാകുന്ന അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരമാകുന്ന ഫലം കൊയ്യുന്ന ഒരു സന്ദേശമാണ് സത്യത്തിൽ വിഷു നമുക്ക് തരുന്നത്. മനുഷ്യജന്മത്തിന് മറ്റൊരു ഉദ്ദേശവുമില്ല. ഭാരതീയ ഋഷിമാർ നമുക്ക് തന്നിട്ടുള്ള സന്ദേശം തത്വമസിയാണ്, അഹം ബ്രഹ്മാസ്മിയാണ്. ഈശ്വരനും മനുഷ്യനും രണ്ടല്ല, സൃഷ്ടിയും സൃഷ്ടാവും രണ്ടല്ല. സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായി മാറിയിരിക്കുന്നത്. ആ സൃഷ്ടാവിനെ ദർശിക്കുന്ന വലിയ തത്വമാണ് വിഷു ആഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടുകൊണ്ട് തൻ്റെ ആത്മസ്വരൂപം തത്വമസിയുടെയും അഹം ബ്രഹ്മാസ്മിയുടെയും പ്രതീകമായ വേദവാക്യങ്ങളുടെ പ്രതീകമായ കണ്ണാടി, അതിൽ നോക്കിക്കൊണ്ട് സ്വയം ഞാൻ ഈശ്വരനാണ് എന്നുള്ള ബോധത്തിലേക്ക് മനുഷ്യൻ ഉയരുന്നതാണ് വിഷുവിൻ്റെ ഏറ്റവും ഉദാത്തമായ സന്ദേശം. മനുഷ്യനെ ഈശ്വരനാക്കി തീർക്കുന്ന അറിവിലേക്ക് നമ്മെ നയിക്കുന്നതുമാണ് യഥാർത്ഥ വിഷുവിൻ്റെ തത്വം. കുടുംബപരമായും സാമൂഹ്യപരമായും സാംസ്കാരികപരമായും എല്ലാം നമ്മെ കൂട്ടിയോജിപ്പിക്കുന്ന ഈ വിഷു ദിവസം, വിഷുക്കണി കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യം അർഹിക്കുന്നത് വിഷു കൈനീട്ടമാണ്. കുട്ടികൾക്ക് മുതിർന്നവരിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ഒരു കൈനീട്ടം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ്. പരസ്പരം കൊടുത്തും വാങ്ങിയും, കൈനീട്ടം കൊടുത്തും വാങ്ങിയും ദാനം ചെയ്യുവാനുള്ള ഒരു മനസ്സിന് സൃഷ്ടിക്കുന്ന ഒരു ദിനം കൂടിയാണ് വിഷുദിനം. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വിഷുവിനുള്ള പടക്കം പൊട്ടിക്കൽ. കണി കാണുന്ന സമയത്തും ഉച്ചഭക്ഷണ സമയത്തും സദ്യ സമയത്തും പടക്കം പൊട്ടിച്ച് അതിൽ ഉത്സാഹം ഉന്മേഷം കണ്ടെത്തുന്നതാണ് വിഷുവിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ വിഷു ആഘോഷത്തിലൂടെ പ്രകൃതിയിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് നാം ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തവണ നമുക്കറിയാം, കോവിഡ് മഹാമാരിയിൽ നാം കഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശരീരത്തിലെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുന്ന മനുഷ്യർക്കാണ് ഈ കോവിഡ് കൂടുതലായി ബാധിക്കുന്നത്. നാം അറിയാതെ മനുഷ്യർ പ്രകൃതിയിൽ നിന്നും എത്രയോ അകന്നു പോയിരിക്കുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് പ്രകൃതി തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ വിഷുവിൻ്റെ പ്രാധാന്യം നാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്ന സമയത്ത് പ്രകൃതിയിൽ വൃക്ഷങ്ങൾ നട്ടു വളർത്തിക്കൊണ്ടും ഇപ്പോൾ അമ്മ വിഭാവനം ചെയ്ത ഒന്നാണ് വിഷു കൈനീട്ടത്തിന് പകരം വിഷു തൈനീട്ടം എന്ന് പറയുന്നത്. വിഷുവിൻ്റെ ദിവസം ഒരു വൃക്ഷം നടുക എല്ലാ ഗൃഹങ്ങളിലും. അങ്ങനെ വൃക്ഷങ്ങൾ നട്ട് വൃക്ഷങ്ങൾ നിറഞ്ഞുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക. വൃക്ഷങ്ങളാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു തത്വം. വൃക്ഷങ്ങൾ ഇല്ലാതായാൽ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വൃക്ഷങ്ങൾ നട്ടുവളർത്തിയും സസ്യങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിയിൽ നിന്ന് വിഷം കലരാത്ത ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചും വിഷുവെ നാം വരവേൽക്കേണ്ടതാണ്. ഇതാണ് വിഷു നമുക്ക് നൽകുന്ന ഉദാത്തമായ സന്ദേശം. ഈ വിഷുദിനം എല്ലാവർക്കും ലോകം മുഴുവനും സമാധാനവും ശാന്തിയും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ. എല്ലാ സമൃദ്ധിയും പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയോട് ഒത്തുചേർന്ന് പ്രകൃതിയിൽ ഒരാളായി തീർന്നുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ ഭൂമിയെ മനോഹരമാക്കാൻ, ഒരു പൂന്തോട്ടമാക്കാൻ, എല്ലാവരും സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു ദിവസത്തെ മുൻനിർത്തി കണ്ടുകൊണ്ട് വിഷുവിൻ്റെ സന്ദേശം ഉൾക്കൊണ്ട് എല്ലാവരും ജീവിതത്തിന് മാറ്റങ്ങൾ വരുത്തി എന്നും വിഷുവായി തീരുവാൻ, എന്നും വിഷുക്കണി കണ്ടുകൊണ്ട് ജീവിതം ഓരോ ദിവസവും ആരംഭിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിഷുവിനോടനുബന്ധിച്ച് ധാരാളം ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. അതിലെപ്പോഴും ശ്രേഷ്ഠമായിട്ട് നാം കേട്ടുവരുന്നത് ഒന്ന് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. മറ്റൊന്ന് ശ്രീരാമചന്ദ്ര ഭഗവാൻ രാവണനെ വധിച്ച ദിവസം ലങ്കയിൽ സൂര്യോദയം ഉണ്ടായി എന്നും
രാവണൻ്റെ മുറിയിൽ സൂര്യപ്രകാശം തട്ടി അദ്ദേഹത്തിന് അസ്വസ്ഥത വന്ന സമയത്ത് അദ്ദേഹം കോപിച്ച് സൂര്യനെ തന്നിലേക്ക് അടുപ്പിക്കാതിരുന്ന സമയത്തും പിന്നീട് ആ വധത്തിന് ശേഷം സൂര്യൻ പ്രത്യക്ഷപ്പെട്ട ദിവസമായും വിഷുവിനെ പറഞ്ഞു വരുന്നുണ്ട്. ഐതിഹ്യങ്ങൾ ധാരാളമുണ്ടെങ്കിലും വിഷുവിൻ്റെ തത്വമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. വിഷുക്കണിക്ക് ഒരുക്കേണ്ട വിഭവങ്ങളെപ്പറ്റി നമ്മുടെ ഋഷീശ്വരന്മാർ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ഇപ്രകാരമാണ്: നിലവിളക്ക്, ഓട്ട് ഉരുളി, ഉണക്കല്ലരി, നെല്ല്, നാളികേരം, സ്വർണ്ണ നിറമുള്ള വെള്ളരി, കണിവെള്ളരി, ചക്ക, മാങ്ങ, മാമ്പഴം, കദളിപ്പഴം, വാൽക്കണ്ണാടി, ശ്രീകൃഷ്ണ വിഗ്രഹം, കൊന്നപ്പൂവ്, എള്ളെണ്ണ, വിളക്ക് തിരികൾ, കോടിമുണ്ട്, ഗ്രന്ഥം, നാണയങ്ങൾ, സ്വർണം, കുങ്കുമം, കൺമഷി, വെറ്റില, അടയ്ക്ക, ഓട്ടുകിണ്ടി, വെള്ളം, ഇത്രയും ദ്രവ്യങ്ങളാണ് ഒരു കണിക്കായിട്ട് നാം ഒരുക്കേണ്ടത്. അതിൽ സ്വർണ്ണ നാണയങ്ങളും കോടിമുണ്ടും ഗ്രന്ഥവും പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. സത്വ രജസ് തമോ ഗുണങ്ങളുടെ പ്രതീകമായിട്ടാണ് പ്രകൃതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സത്വഗുണപ്രധാനമുള്ള വസ്തുക്കളാണ് ആ ഭഗവത്പാദത്തിൽ അന്ന് സമർപ്പിക്കുന്നത്. തമസിൽ നിന്നും രജസിൽ നിന്നും ഉയർന്ന് മനുഷ്യൻ സത്വഗുണപ്രധാനിയാവുന്ന സമയത്താണ് അവനിലേക്ക് ഈശ്വര ചൈതന്യം, ഈശ്വര കൃപ ഒഴുകി വരുന്നത്. എല്ലാ ഉത്സവങ്ങളുടെയും തത്വം മനുഷ്യനിലേക്ക് ഈശ്വര കൃപ, പ്രകൃതിയുടെ കൃപ ഒഴുകി വരിക, അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അതാണ് തിന്മകളാകുന്ന കളകൾ മനസ്സാകുന്ന പാടത്തിൽ നിന്നും പറിച്ചെടുത്ത് നന്മയുടെ വിത്തുകൾ വിതയ്ക്കുന്ന ഒരു ഉത്സവമാണ് തത്വത്തിലെ വിഷു. അങ്ങനെ മനസ്സാകുന്ന പാടത്തിൽ നല്ല ചിന്തകളും സത്ചിന്തകളും നിറച്ച് പരോപകാരം ചെയ്യുന്ന ഒരു മനസ്സ് സൃഷ്ടിച്ചു. നിസ്വാർത്ഥമായ ഒരു മനസ്സിനെ സൃഷ്ടിച്ച് സ്വാർത്ഥതയില്ലാത്ത ഒരു മനസ്സിൽ ഈശ്വരൻ വിളയാടുന്ന തത്വമാണ് വിഷുവിൻ്റെ സന്ദേശം. മനുഷ്യനും ഈശ്വരനും ഒന്നായി ലയിച്ചു ചേരുവാൻ ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത, അത് ഈശ്വര സാക്ഷാത്കാരമാണ്. നമ്മുടെ ജീവിത ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്നുള്ള ഋഷീശ്വരന്മാർ പകർന്നു തന്ന അറിവിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് വിഷുവിൻ്റെ സന്ദേശം. എല്ലാ ഉത്സവങ്ങളും ഋഷിമാർ വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ഒരു ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും നാം ഐതിഹ്യങ്ങളിൽ, കഥകളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തത്വങ്ങൾ മറന്നു പോകുന്നതാണ് നമുക്ക് പറ്റിയിട്ടുള്ള വലിയ ഒരു ചുതി. അത് മാറി തത്വത്തിൽ അധിഷ്ഠിതമായ ഭക്തിയിലൂടെ, തത്വത്തിൽ അധിഷ്ഠിതമായ ആചാരങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും നാം മുന്നോട്ട് പോകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഉത്സവങ്ങളുടെയൊക്കെ പൂർണ്ണ ഫലം ലഭിക്കുന്നത്. അങ്ങനെ പരിപൂർണമായ ശാന്തിയും സമാധാനവും ബാഹ്യവസ്തുക്കളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. വസ്തുവിൽ പൂർണ്ണത ലഭിക്കുന്നില്ല, പൂർണ്ണത അവനവനിലാണ്. നാം പൂർണ്ണരാണ്. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന ഉപനിഷത്ത് മന്ത്രം ഓർത്തുകൊണ്ട് ഈശ്വരന് പൂർണ്ണമാണ്, ജീവന്മാരായ നമ്മളും പൂർണ്ണരാണ്. നമ്മിലുള്ള അപൂർണമായ ഈ ബോധത്തെ മാറ്റി നമ്മിലുള്ള പൂർണ്ണതയെ കണ്ടെത്തുന്നതാണ് ഉത്സവത്തിൻ്റെ അടിസ്ഥാന തത്വം. പ്രത്യേകിച്ച് ഗുരുവിൻ്റെ സാമീപ്യം അതൊരു വലിയ ഘടകമാണ് ജീവിതത്തിൽ. ഗുരു കൃപ കൊണ്ടാണ് നമുക്ക് ഈ ഒരു അറിവ് ലഭിക്കുന്നത്. ഗീതയിൽ പറഞ്ഞിട്ടുള്ളതും നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ,
അറിവിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമുക്കിവിടെ ഒന്നും ലഭിക്കാനില്ല. ഈ അറിവ് പ്രകൃതിയും ഈശ്വരനും നാം എല്ലാം ഒരേ ചൈതന്യം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ചൈതന്യമാണ് നമ്മുടെ സ്വരൂപം. അത് അജ്ഞത കൊണ്ട് മറഞ്ഞു കിടക്കുകയാണ്. ഈ അജ്ഞത നിവാരണമാണ് എല്ലാ ഉത്സവങ്ങളെ കൊണ്ടും ശിഷ്യന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അജ്ഞത നിവാരണമാണ് വിഷുവിൻ്റെ സന്ദേശം. രാത്രിയും പകലും ഒരുപോലെ വരുന്ന ദിവസം എന്ന തത്വം സമത്വത്തിൻ്റെ സന്ദേശം കൂടിയാണ്. സുഖവും ദുഃഖവും സമ്മിശ്രമാണ് ഈ ലോകം. അത്തരത്തിലുള്ള ലോകത്തിൽ, സുഖദുഃഖ സമ്മിശ്രമായ ലോകത്തിൽ നിന്നും സുഖദുഃഖങ്ങളെ സമമായി കണ്ടുകൊണ്ട് ദുഃഖത്തിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുകയും സുഖത്തിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുകയും അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ല എന്നുള്ള ബോധത്തോടു കൂടി ഈശ്വരാർപ്പണമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയുമാണ് മനുഷ്യജീവിതത്തിലെ അടിസ്ഥാനമായ തത്വവും ലക്ഷ്യവും. അത് സാക്ഷാത്കരിക്കുവാൻ ഈ വിഷു ദിവസം എല്ലാവർക്കും ആ ബോധം ഉണരുവാൻ ഇപ്രാവശ്യത്തെ പ്രത്യേകിച്ച് കോവിഡ് എന്ന മഹാമാരി സംഹാരതാണ്ഡവമാടുന്ന ഈ ഒരു സമയത്ത് പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാനും പ്രകൃതിയുടെ താളലയം വീണ്ടെടുക്കുവാനും എല്ലാ ജീവജാലങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഭൂമിയെ സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നന്മയുടെ, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വിഷുദിന ആശംസകൾ.